നമ്മുടെ ജീവിതത്തിൽ അറിഞ്ഞോ അറിയാതെയോ പലരും നമ്മെ ഇൻഫ്ലുവൻസ് ചെയ്യാറുണ്ട്. അത് നമ്മുടെ സ്വഭാവത്തെ, നമ്മുടെ ഇടപെടലുകളെ സാരമായി തന്നെ ബാധിക്കാറുണ്ട്. ഇഹലോകത്തും നിത്യതയിലും നമ്മെ വഴി നടത്തുവാൻ ശക്തനായ ദൈവത്തെ നാം നോക്കുന്നെങ്കിൽ, ദൈവ ശബ്ദത്താൽ നാം ഇൻഫ്ലുവൻസ് ചെയ്യപ്പെടുന്നുവെങ്കിൽ, പ്രിയ ദൈവവേദലേ, ഒരിക്കലും നിങ്ങൾക്ക് ദുഃഖിക്കേണ്ടി വരികയില്ല. കാരണം നിങ്ങളുടെ ജീവിതയാത്രയിൽ നിങ്ങളുടെ കൂടെയുള്ള യേശുവിന്റെ സാന്നിധ്യം നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ കഴിയും. ദൈവപുത്രൻ നമ്മെ പോലെ നമ്മിലൊരുവനായി ഇഹലോകത്ത് കടന്നുവന്ന് നമ്മുടെ പാപത്തിന് പരിഹാരമായി യാഗമായി തീർന്നത് നിങ്ങൾ വിശ്വസിക്കുന്നുവെങ്കിൽ, യേശു ക്രിസ്തുവിന്റെ യാഗത്തിലൂടെയുള്ള പാപക്ഷമയ്ക്ക് നിങ്ങളും അർഹര. ഇന്ന് നിങ്ങൾ അനുഭവിക്കുന്നതും നിങ്ങളുടെ മുമ്പിൽ കടന്നു വരുന്നതുമായ പല കാര്യങ്ങളെയും നോക്കി ഇന്ന് നിങ്ങൾ ഭാരത്തോടെ ഇരിക്കുന്നുവെങ്കിൽ, ദൈവത്തിന്റെ ആത്മാവിൽ ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നത്, യേശുവിനെ നോക്കി നിങ്ങൾ മുന്നേറുവാൻ തയ്യാറാണെങ്കിൽ ദൈവിക പദ്ധതി നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടുന്നത് നിങ്ങൾക്ക് കാണുവാൻ കഴിയും. ഒരുപക്ഷെ മറ്റാരും നിങ്ങളെ കണ്ടുകൊള്ളണമെന്നില്ല, മറ്റാരും നിങ്ങളെ അറിഞ്ഞുകൊള്ളണമെന്നുമില്ല. എന്നിരുന്നാലും നിങ്ങളെ കാണുന്ന, നിങ്ങളെ അറിയുന്ന, നിങ്ങളുടെ ഹൃദയത്തിലെ തേങ്ങലുകളെ, വിതുമ്പലുകളെ അറിയുന്ന, നിങ്ങളെ സഹായിപ്പാൻ കഴിയുന്ന യേശുവിനെ കുറിച്ച് ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ പലരെയും നാം നായക സ്ഥാനത്ത് കൊണ്ടുവരാറുണ്ട്. എന്നാൽ അവരിലെ പല കാര്യങ്ങളും ഒരുപക്ഷെ നമ്മെ ദോഷകരമായി ബാധിക്കാറുണ്ട്. നാം നായകനായി കാണുന്ന വ്യക്തികളുടെ ചില സമയങ്ങളിലെ ഇടപെടലുകൾ നമ്മെ മുഷിപ്പിക്കാറുണ്ട്. എന്നാൽ ദൈവവചനം നമ്മുടെ മുമ്പാകെ കൊണ്ടുവരുന്ന നായകനെ നാം ശ്രദ്ധിക്കുന്നുവെങ്കിൽ ഒരിക്കലും പിന്നീട് ദുഃഖിക്കേണ്ടി വരികയില്ല. എബ്രായർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായം 2-ാമത്തെ വാക്യത്തിൽ നമുക്ക് ഇപ്രകാരം കാണുവാൻ കഴിയും: വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കുക. തന്റെ മുമ്പിൽ വെച്ചിരിക്കുന്ന സന്തോഷമോർത്ത് അവൻ അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിക്കുകയും ദൈവസിംഹാസനത്തിന്റെ വലതുഭാഗത്ത് ഇരിക്കുകയും ചെയ്തു എന്ന് നമുക്ക് കാണുവാൻ കഴിയും. പാപം മുഖേന ദൈവത്തിൽ നിന്ന് അകന്നുപോയ മാനവജാതിയുടെ രക്ഷയ്ക്കായി, നമ്മുടെ വീണ്ടെടുപ്പിനായി കാൽവരി ക്രൂശിൽ അവസാന തുള്ളി ചോരവരെയും നമുക്കായി ചിന്തിയ ഈ യേശുവിനെ നാം നോക്കുന്നെങ്കിൽ, എന്റെ ശബ്ദം കേൾക്കുന്ന നിങ്ങൾ ഇന്ന് കടന്നു പോകുന്ന ഏതു സാഹചര്യങ്ങളെയും അഭിമുഖീകരിക്കുവാൻ നിങ്ങളെ സഹായിക്കുന്ന ദൈവ സാന്നിധ്യം നിങ്ങൾ അനുഭവിക്കുവാൻ തുടങ്ങും. ഈ ദൈവം നിങ്ങളെ കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല. ആരും കൂടെയില്ലാത്ത നിമിഷങ്ങളിലും ഞാനുണ്ട് നിന്റെ കൂടെ എന്ന് പറയുന്ന ദൈവശബ്ദം ഈ ദിവസങ്ങളിൽ നിങ്ങൾക്ക് കേൾക്കുവാൻ കഴിയും. നിത്യതയിലേക്ക് നിങ്ങളെ ഒരുക്കുന്ന ദൈവ സാന്നിധ്യം നിങ്ങൾ മനസ്സിലാക്കും. എന്റെ ശബ്ദം കേൾക്കുന്ന നിങ്ങളെ യേശു സ്നേഹിക്കുന്നു. വിശ്വാസത്തിൽ നമുക്കൊരു നായകനുണ്ട്. നമ്മുടെ പൂർവ്വപിതാക്കന്മാർ ദൈവത്തിൽ വിശ്വസിച്ചപ്പോൾ അവരുടെ വിശ്വാസം അവർക്ക് നീതിയായി കണക്കിട്ടുവെങ്കിൽ, ഇന്ന് യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന നിങ്ങൾക്ക് ദൈവത്തിന്റെ വാഗ്ദത്തം ലഭിക്കുക തന്നെ ചെയ്യും. എബ്രായർക്ക് എഴുതിയ ലേഖനം 10-ാം അധ്യായം 39-ാമത്തെ വാക്യത്തിൽ നമുക്ക് ഇപ്രകാരം കാണുവാൻ കഴിയും: നാമോ നാശത്തിലേക്ക് പിന്മാറുന്നവരുടെ കൂട്ടത്തിലല്ല, വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിലത്രേ ആകുന്നു. ഒരിക്കലും നാം നശിച്ചു പോകരുത് എന്ന് ആഗ്രഹിക്കുന്ന, ആശിക്കുന്ന ദൈവം നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഈ ദൈവവചനം ഒരിക്കലും നാം കണ്ടില്ല എന്ന് നടിക്കരുത്. അവൻ നിങ്ങളെ സ്നേഹിക്കുന്നു. നിങ്ങൾ ഒരിക്കലും നശിച്ചു പോകുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. യേശുക്രിസ്തുവിൽ നിങ്ങൾ വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുകയാണ്. എന്റെ ശബ്ദം കേൾക്കുന്ന നിങ്ങളോട് എനിക്ക് ചോദിക്കുവാനുള്ളത്, യേശുക്രിസ്തു എന്ന നായകനെ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കുവാൻ നിങ്ങൾ തയ്യാറാണോ? നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വിധത്തിലും നിങ്ങൾക്ക് മുന്നേറുവാൻ കഴിയുകയില്ല എന്നൊരു സാഹചര്യത്തിലാണ് നിങ്ങളെങ്കിൽ, ഒരിക്കലും ഭാരപ്പെടാതെ യേശുവിന്റെ അടുക്കിലേക്ക് അടുത്തു വരുന്നെങ്കിൽ ദൈവിക പ്രവൃത്തി നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടുന്നത് നിങ്ങൾക്ക് കാണുവാൻ കഴിയും. അതെ, യേശു നിങ്ങളെ സ്നേഹിക്കുന്നു. തനിച്ചാക്കാത്ത, നിങ്ങളോട് കൂടെ ഇരിക്കുവാൻ ആഗ്രഹിക്കുന്ന യേശു നിങ്ങൾക്കായി കാത്തിരിക്കുന്നു. ഇപ്രകാരം ജീവിക്കണമെന്ന മാതൃക കാണിച്ചു തന്ന യേശുവിനെ പിൻപറ്റുവാൻ തയ്യാറാണെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വിജയം നിങ്ങൾക്ക് കാണുവാൻ കഴിയും. യേശുവിൽ ആശ്രയിക്കുന്ന ഒരു വ്യക്തിയെയും അവൻ കൈവിടുകയില്ല. മാറോടണച്ച് ഞാനുണ്ട് നിന്റെ കൂടെ എന്ന് പറയുന്ന, ആശ്വസിപ്പിക്കുന്ന, സ്നേഹിക്കുന്ന, കരുതുന്ന യേശുവിന്റെ സ്നേഹം ഓരോ നിമിഷവും ഞാൻ അനുഭവിക്കുന്നത് കൊണ്ടാണ് ഞാൻ അപ്രകാരം വിളിച്ചു പറയുന്നത്. പല വിധത്തിലുള്ള വിഷയങ്ങൾ നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവന്ന് നിങ്ങളുടെ മനസ്സ് മടുപ്പിക്കുവാൻ പിശാച് പല തന്ത്രങ്ങളും ഒരുക്കുമ്പോൾ അതൊന്നും കണ്ട് ഭാരപ്പെടാതെ കൂടെയുള്ള യേശുവിന്റെ സാന്നിധ്യം നിങ്ങൾ മനസ്സിലാക്കുന്നുവെങ്കിൽ, നിങ്ങളുടെ മുമ്പിലുള്ള വിഷയങ്ങളെ നോക്കി ഇല്ല, ഒരു വിഷയത്തിനും എന്നെ തകർക്കുവാൻ കഴിയുകയില്ല എന്ന് നിങ്ങൾക്ക് പറയുവാൻ കഴിയും. നിങ്ങളുടെ ജീവിതത്തിന്റെ തീരുമാനമെടുക്കേണ്ടത് മറ്റാരുമല്ല, നിങ്ങൾ തന്നെയാണ്. പലതും ശ്രമിച്ചു പരാജയപ്പെട്ട ഒരവസ്ഥയല്ലേ നിങ്ങളുടെ ജീവിതത്തിൽ? ഇന്ന് ഈ ജീവിക്കുന്ന യേശുവിന്റെ അടുക്കിലേക്ക് നിങ്ങൾ അടുത്തു വരുന്നെങ്കിൽ, ഈ യേശുവിന്റെ മുമ്പാകെ നിങ്ങളുടെ ഹൃദയങ്ങളെ നിങ്ങൾ തുറക്കുവാൻ തയ്യാറാകുന്നുവെങ്കിൽ, തീർച്ചയായും ദൈവത്തിന്റെ പ്രവൃത്തി നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ കാണുവാൻ പോകുകയാണ്. എത്ര കാലപ്പഴക്കമുള്ള രോഗമാണെങ്കിലും, നിങ്ങളുടെ ജീവിതത്തിലെ ഏതൊരു വിഷയമാണെങ്കിലും, ഞാൻ ഒറ്റയ്ക്ക് ഇനി എന്ത് ചെയ്യുമെന്ന് ഭാരപ്പെടുന്ന ഏത് വിഷയത്തെയും ഇന്ന് യേശുവിന്റെ അടുക്കിലേക്ക് നിങ്ങൾ കൊണ്ടുവരുവാൻ തയ്യാറാകുന്നുവെങ്കിൽ
തീർച്ചയായും നിങ്ങൾ ഈ ദിവസങ്ങളിൽ ദൈവത്തിന്റെ പ്രവൃത്തി കാണുവാൻ പോകുകയാണ്. ദൈവത്തിന്റെ നമ്മോടുള്ള സ്നേഹമാണ് കാൽവറി ക്രൂശിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്. പിതാവിന്റെ ഇഷ്ടം ചെയ്യുവാൻ യേശു ഏൽപ്പിച്ചു കൊടുത്തതുപോലെ ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യുവാൻ നാം നമ്മുടെ ജീവിതത്തെ ഏൽപ്പിച്ചു കൊടുക്കുന്നെങ്കിൽ ദൈവപ്രസാദം, ദൈവത്തിന്റെ പ്രൊവിഷൻ നാം അനുഭവിക്കുക തന്നെ ചെയ്യും. നമ്മുടെ നായകനായ യേശുവിനെ നോക്കി നമ്മുടെ ജീവിതം മുന്നോട്ട് നയിക്കുവാൻ നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. ഞാനൊരു കാര്യം ഓർമ്മിപ്പിക്കട്ടെ, നിങ്ങളുടെ വിഷയങ്ങളെക്കാളും വലിയ ഒരു യേശു നിങ്ങളോട് കൂടെയുണ്ട്. ഭാരപ്പെടരുത്, വിഷമിക്കരുത്. യേശുവിന്റെ പ്രവൃത്തി തീർച്ചയായും നിങ്ങൾ കാണും. നിങ്ങളുടെ ജീവിതത്തിൽ അത് വെളിപ്പെടുക തന്നെ ചെയ്യും. ജീവിതയാത്രയിൽ നായകനായ കർത്താവിനെ പിൻപറ്റുവാൻ നിങ്ങൾ തയ്യാറാകുന്നുവെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. കണ്ണുകളെ അടയ്ക്കാൻ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. മഹാപരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, നായകനായ ക്രിസ്തുവിനെ പിൻപറ്റുവാൻ ഏൽപ്പിച്ചു തരുന്ന ദൈവജനത്തെ യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ദൈവപ്രവൃത്തി ഈ ദൈവജനത്തിന്റെ മേൽ വെളിപ്പെടട്ടെ. ദൈവിക സമാധാനം ഈ ജനം അനുഭവിക്കട്ടെ, അനുഗ്രഹമാകട്ടെ. അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. സകല മനമഹത്വം അങ്ങേക്ക്, സകല നസറേനായ യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ തന്നെ ആമേൻ. നിങ്ങളുടെ ജീവിതത്തിൽ യേശു ക്രിസ്തു നായകനായി കടന്നു വരുന്നുവെങ്കിൽ പ്രിയ ദൈവത്തിലെ തീർച്ചയായും നിങ്ങൾ ഒരു അനുഗ്രഹമാകും. അതെ, നിങ്ങളായിരിക്കുന്ന ദേശത്ത് നിങ്ങൾ ഒരു അനുഗ്രഹമാകുക തന്നെ ചെയ്യും. ഈ ചെറു സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമായെങ്കിൽ തീർച്ചയായും ഞങ്ങളെ അറിയിക്കണം. അനേകർക്ക് അനുഗ്രഹമാകേണ്ടതിന് സ്നേഹിതർക്ക് ഷെയർ ചെയ്യുക, ഫോർവേഡ് ചെയ്യുക. നിങ്ങൾ ഈ ചാനൽ ഇതുവരെയായിട്ടും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. ദൈവം അനുവദിച്ചാൽ അടുത്ത ദിവസം നമുക്ക് വീണ്ടും കാണാം. സ്റ്റേ ബ്ലെസ്ഡ്.